പുലരാൻ തുടങ്ങും ഒരു രാത്രി തനിയെ കിടന്നു മിഴിവാർക്കവേ ഒരു നേർത്ത തെന്നൽ അലിവോടെ വന്നു നിറുകിൽ തലോടി മാഞ്ഞു നിറുകിൽ തലോടി മാഞ്ഞു. ഈ വരികൾ പരിചയമില്ലാത്ത ആരും നമ്മൾക്കിടയിലില്ല. ഉറക്കമില്ലാതിരുന്ന അനേകം രാത്രികളിൽ അസ്വസ്ഥമായ മനസ്സിന് അമ്മ മടിയിൽ കിടത്തി പാടിത്തരുന്നൊരു താരാട്ടുപാട്ടിനോളം നമ്മെ ശാന്തമാക്കാനുള്ളൊരു ശക്തിയുണ്ട് ഈ പാട്ടിന്. 1998 പുറത്തിറങ്ങിയ സമ്മർ ഇൻ ബെത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി വിദ്യാസാഗർ സംഗീതം നൽകിയ ഈ പാട്ടിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരിയാണ്. KJ യേശുദാസ്, KS ചിത്ര എന്നിവർ വളരെ മനോഹരമായിട്ടാണ് ഈ പാട്ട് പാടി വെച്ചിരിക്കുന്നത്. എന്നാൽ ഈ പാട്ടിനെ വേറൊരു ആംഗിളിൽ നിന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. പക്ഷേ ഇതൊരിക്കലും ഒരു സ്ഥാപിക്കലല്ല, വെറും അനുമാനങ്ങൾ മാത്രമാണ്. ആമി ഡെന്നീസ് എന്ന രണ്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഒരു അടുപ്പം പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു പാട്ടാണിത്. പക്ഷേ ഡെന്നീസിൻ്റെ ഒരു പ്രണയാഭ്യർത്ഥനയായി ഈ പാട്ടിനെ എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? എന്നാൽ നമുക്ക് ആ വഴി ഒന്ന് പോയി നോക്കാം. ധനികനായിട്ടും ഏകാന്തതയിൽ കുരുങ്ങി വറ്റി വരണ്ട് കിടക്കുന്ന തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു പൊൻതൂവലായി കണ്ട് ഡെന്നീസ് ആമിയെ വിശേഷിപ്പിക്കുന്നത് ഇപ്രകാരമാണ്. ഒരു രാത്രി കൂടി വിടവാങ്ങവേ ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ പതിയെ പറന്നരികിൽ വരും അഴകിൻ്റെ തൂവലാണു നീ. ഒറ്റപ്പെടലിൻ്റെ എണ്ണി തീർത്തുകൊണ്ടിരിക്കുന്ന ആ രാത്രികളിലൊന്ന് വിടവാങ്ങവേ തൻ്റെ ജീവിതത്തിലേക്ക് പതിയെ പറന്ന് അരികിൽ വന്നു ചേർന്ന അഴകിൻ്റെ പൊൻതൂവലാണ് ഡെന്നീസിന് ആമി എന്ന അഭിരാമി. അനാഥനായി വളർന്നു വന്ന ഡെന്നീസിന് അഭിരാമിയുടെ യഥാർത്ഥ കഥ കേൾക്കുമ്പോൾ അവളോട് തോന്നുന്ന അനുകമ്പയിൽ നിന്നും ഉടലെടുക്കുന്ന പ്രണയത്തിൻ്റെ ഓരോ തലങ്ങൾ ഈ പാട്ടിൻ്റെ ഓരോ വരിയിലും ഗിരീഷ് പുത്തഞ്ചേരി എന്ന മഹാപ്രതിഭ അടിവരയിട്ട് കാണിച്ചു തരുന്നുണ്ട്. തന്നെപ്പോലെ തന്നെ അനാഥയായ മറ്റൊരാളുടെ മനോവിഷമം മനസ്സിലാക്കാൻ ഡെന്നീസിന് കഴിഞ്ഞത് ആമിക്ക് അയാളിൽ ഒരു ഇഷ്ടം തോന്നിച്ചിരുന്നു. പക്ഷേ ആമിയെ അങ്ങേയറ്റം വേദനിപ്പിച്ചുകൊണ്ടിരുന്ന മറ്റൊരു കാര്യമുണ്ടായിരുന്നു, നിരഞ്ജൻ. തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ ഓർമ്മകളിലും അഗാധമായ പ്രണയത്തിലും മുഴുകിയിരിക്കുന്ന ആമിയുടെ മനസ്സിൽ ഡെന്നീസ് ഒരു ചെറിയ ആശ്വാസം തരുന്ന ഇളം തെന്നലാണ്. ഈ കാര്യങ്ങളെ നമുക്ക് മുന്നിൽ തുറന്നു വയ്ക്കുകയാണ് ഈ വരികളിലൂടെ. പുലരാൻ തുടങ്ങും ഒരു രാത്രി തനിയെ കിടന്നു മിഴിവാർക്കവേ ഒരു നേർത്ത തെന്നൽ അലിവോടെ വന്നു നെറുകിൽ തലോടി മാഞ്ഞു നെറുകിൽ തലോടി മാഞ്ഞു. വെന്തുനീറി ഉള്ളുലഞ്ഞിരിക്കുന്ന തൻ്റെ മനസ്സിന് അല്പം ആശ്വാസം പകരുന്ന നേർത്ത തെന്നലാണ് ആമിക്ക് ഡെന്നീസ്. അതിനുശേഷം വരുന്ന പല്ലവിയുടെ ആവർത്തനം പാടുന്നത് ആമിയാണ്. തുടക്കത്തിൽ ഡെന്നീസ് എണ്ണിത്തീർത്തത് ഏകാന്തതയുടെ ഇരുൾ വീണ രാത്രികളാണെങ്കിൽ ഇവിടെ ആമി എണ്ണിത്തീർക്കുന്നത് തൻ്റെ കാമുകൻ്റെ വധശിക്ഷയിലേക്കുള്ള നാളുകളാണെന്നുള്ളതാണ് ഇതിലെ വ്യത്യാസം. പക്ഷേ ആരോടും പറയാൻ പറ്റാതെ ആമി ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നടന്നിരുന്ന ആ വേദന ഡെന്നീസ് തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് അവൾ വല്ലാതെ കൊതിക്കുന്നുണ്ട്. അപ്പോഴും ഡെന്നീസിൻ്റെ മനസ്സിൽ ആമിയോടുള്ള അഗാധമായ പ്രണയം മാത്രമാണ്. കഥാന്ത്യത്തിൽ ഡെന്നീസ് പറയുന്നത് ഇതാണ്: ഇരുളടഞ്ഞ തൻ്റെ ജീവിതത്തിലേക്ക് വന്ന അവൾ എന്ന ദീപത്തെ ഒരു കാറ്റിലും അണയാതെ കാത്തിടാം. ഈ പാട്ടിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു ബ്രില്യൻസ് എന്താണെന്നാൽ, സമ്മർ ഇൻ ബെത്ലഹേമിലെ നിരഞ്ജൻ എന്ന മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രം ക്ലൈമാക്സിനോടടുക്കുമ്പോഴാണ് പ്രേക്ഷകർക്ക് മുന്നിൽ റിവീൽ ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ഒരു കഥാപാത്രത്തെ ഈ പാട്ടിൻ്റെ വരികളിലൂടെ വരച്ച് കാണിച്ചിട്ടുണ്ട് ഗിരീഷ് പുത്തഞ്ചേരി. നഷ്ടപ്രണയത്തെ ഓർത്ത് വിതുമ്പുന്ന ആമിയുടെ മാനസിക സംഘർഷത്തെ ഒരു പാഴ്ക്കിനാവിലുരുകുന്നരൻ മനസ്സിൻ്റെ പാട്ട് കേട്ടുവോ എന്ന വരികൾ സൂചിപ്പിക്കുന്നുണ്ട്. അത് പ്രേക്ഷക മനസ്സിൽ തങ്ങി നിൽക്കും വിധം അതിമനോഹരമായാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. വിദ്യാസാഗർ ഈണമിട്ട ഈ പാട്ട് കാലങ്ങൾക്കിപ്പുറവും എല്ലാവരുടെയും ഇഷ്ടഗാനമായി തുടരുന്നു. എൻ്റെ അടുത്ത സുഹൃത്തായ അക്ഷയുമായുള്ളൊരു സൗഹൃദ സംഭാഷണത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞു തന്ന ഒരു കഥയായിരുന്നു ഇത്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇതൊരിക്കലും ഒരു സ്ഥാപിക്കലല്ല, ഈ പാട്ടിനെക്കുറിച്ചുള്ള ചില അനുമാനങ്ങൾ മാത്രമാണ്.
ഇതുപോലെ നിങ്ങളുടെ മനസ്സിനെ ആഴത്തിൽ തൊട്ടറിഞ്ഞിട്ടുള്ള പാട്ടുകൾ ഏതാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാമോ?